എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെന്റർ കൊയിലാണ്ടി കോഴിക്കോട്. ഇന്ന് മെയ് 3 ഞായറാഴ്ച ലോക ചിരി ദിനമാണ്, ഇന്റർനാഷണൽ ലാഫിംഗ് ഡേ. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇത് ആഘോഷിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഫൗണ്ടർ ആയിരിക്കുന്നത് പൂനെയിലെ മദൻ കത്താരിയ എന്ന ഒരു MBBS ഡോക്ടറാണ് ഇതിന്റെ ഫൗണ്ടർ. വളരെ നല്ല രീതിക്ക് വേൾഡിന് മുഴുവൻ ഇത് ആഘോഷിച്ചു വരുന്ന ഒരു പ്രോഗ്രാമാണ്. കാരണം നമ്മളിൽ നിന്ന് ചിരി അന്യം വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചിരിക്കാൻ മടിയാണ് എല്ലാവരും. ആ ചിരിക്കാനുള്ള മടിയെ മാറ്റി ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? പലപ്പോഴും ചിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഒരു കോമഡി വേണം, അല്ലെ? എന്തെങ്കിലും ഒരു കാരണം വേണം ചിരിക്കാൻ. ആ കാരണത്തിന് ചിരിക്കുമ്പോഴാണ് ബോഡിയിൽ ഒരുപാട് മാറ്റം. ഈ ചിരി ചികിത്സാ ശാസ്ത്രത്തെ വേണമെങ്കിൽ ജലറ്റോളജി എന്ന് പറയുന്നു. ഈ ചിരി ചികിത്സാ ശാസ്ത്രം ജലറ്റോളജിയിൽ പറയുന്ന ഒരു കാര്യം, ഒരു തവണ നമ്മളൊന്ന് ശരീരം ഒന്ന് കുലുങ്ങി ചിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 768 നാഡികൾ ബോഡി സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. കൂടാതെ ഒരുപാട് സ്ട്രെസ് ഹോർമോണിനെ കുറയ്ക്കാൻ സാധിക്കുന്നുള്ള മറ്റൊരു കാര്യം. അതുകൊണ്ട് ചിരിക്കുക എന്നുള്ളത് നമുക്ക് കാരണമില്ലെങ്കിലും ചിരിക്കും. എന്താണ് കാരണമില്ലാതെ നിശ്ചയിച്ച എഫക്റ്റാവോ? തീർച്ചയായിട്ടും അതിനും ഫലമുണ്ട്. കാരണം നമ്മൾ ചിരിക്കുന്ന സമയത്ത് കാരണത്തോടു കൂടി ചിരിക്കുമ്പോൾ കുറച്ചും കൂടി എൻഗേജ് ആയി ചിരിക്കുന്നു. കാരണമില്ലാതെ ചിരിക്കുന്ന സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് കുറച്ചൊരു പ്രയാസം തോന്നുമെങ്കിലും നമ്മുടെ ചിരിയിലേക്ക് തുടരെ പോകുന്ന സമയത്ത് ആ ബോഡിയിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ബോധപൂർവം ചിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ദിവസവും നമുക്ക് കുറച്ച് സമയം ചിരിക്ക് വേണ്ടി മാറ്റുന്നത്. ഒരു 10-15 മിനിറ്റ് നമ്മൾ നന്നായി വെറുതെ ചിരിച്ചാൽ പോലും നമുക്ക് അതിന്റെ എഫക്റ്റ് ഉണ്ട്. നമ്മള് ഒരു കോമഡി കണ്ടിട്ട് മാത്രമേ ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു തമാശ കണ്ടിട്ട് മാത്രമേ ചിരിക്കുന്നു വിചാരിക്കേണ്ട. അല്ലാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനായിട്ട് ലാഫ്റ്റർ യോഗ പറഞ്ഞിട്ട് ഇന്റർനാഷണൽ യോഗ ടീം, ഇന്റർനാഷണൽ ലാഫിംഗ് യോഗ ടീം, ലാഫ്റ്റർ യോഗ എന്ന് പറഞ്ഞിട്ട് കുറെ ക്ലാസ്സുകൾ, കുറെ ടാക്ടിക്സുകൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനും അതിന് ഇന്റർനാഷണൽ ലാഫിംഗ് കോഴ്സ് പൂർത്തീകരിച്ചതാണ്. ഞാൻ ഒരു ലാഫിംഗ് ട്രെയിനറാണ്, ഇന്റർനാഷണൽ ട്രെയിനറാണ്. പറയുന്നത് ഇതിന്റെ എന്ന് വെച്ചാൽ ഇത് യോഗയുടെ യാതൊരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷെ യോഗയിലെ കുറച്ച് എക്സസൈസ് ഇതിലോട്ട് കടമെടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് മാത്രമേ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള കുറെ ടാക്ടിക്സ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചിരിക്കാനുള്ള ശ്രമം ഭാഗത്തുണ്ടാവട്ടെ. എന്നാൽ ചിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ചിരി അസ്ഥാനത്തായി പോകരുത്. നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കണം. നമ്മൾ സമൂഹ ജീവിയാണ്. ഒരു സമൂഹ ജീവിയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്ന് ഒരു പൊതു സ്ഥലത്തിരുന്ന് ചിരിക്കുമ്പോൾ എന്ത് കിട്ടും? ചിലപ്പോൾ നമ്മുടെ ആൾക്കാരെ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് ഗ്രൂപ്പായിട്ടുള്ള ചിരിയാണ് ഇപ്പൊ നടക്കുന്നത്. കേരളത്തില് 3 ചിരി ക്ലബ്ബുകളുണ്ട്. ഒന്ന് തിരുവനന്തപുരത്തുണ്ട്, എറണാകുളമുണ്ട്, കോഴിക്കോടുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ വൈകിട്ട് പോയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് വെറുതെ ചിരിക്കുന്ന പ്രാക്ടീസ് ചെയ്യാണ്. അപ്പൊ അവരുടെ ശരീരത്തിലെ ഒരുപാട് BP കുറയാൻ സഹായിക്കുന്നുണ്ട്, ഷുഗർ കുറയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്സസ് കഫം നന്നായിട്ട് പുറത്തു പോകാൻ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഫലങ്ങൾ ഉള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താവാം, ഈ ചിരിദിനം മുതൽ ഒന്ന് എല്ലാവരും തുറന്നു ചിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.